തിരക്കുള്ള എന്റെ എല്ലാ കൂട്ടുകാർക്കും നമസ്കാരം. ജ്യൂസുകൾ ഇഷ്ടമല്ലാത്തവരായി ആരും തന്നെ ഉണ്ടാവില്ല. എന്താ ശരിയല്ലേ? പഴച്ചാറുകൾ ആരോഗ്യത്തിന് നല്ലതാണെന്ന് എല്ലാവർക്കും അറിയാം. അതുകൊണ്ടാണ് ആളുകൾ ഇപ്പോഴും ആരോഗ്യത്തിന് ആപ്പിൾ ജ്യൂസും മുന്തിരി ജ്യൂസും ഓറഞ്ച് ജ്യൂസും തണ്ണിമത്തങ്ങ ജ്യൂസും മാതള നാരങ്ങ ജ്യൂസും പൈനാപ്പിൾ ജ്യൂസും പപ്പായ ജ്യൂസും ഒക്കെ കുടിക്കുന്നത്. ആരോഗ്യത്തിന് സഹായിക്കുന്ന ചില ജ്യൂസുകളെക്കുറിച്ച് നമുക്ക് ഈ വീഡിയോയിലൂടെ പഠിക്കാം. ആദ്യത്തേത് പഞ്ചാമൃത. പഞ്ചാമൃത എന്നാൽ പഞ്ചസാര. പാൽ, തൈര്, നെയ്യ്, തേൻ ഇവ അഞ്ചും ചേർത്ത് പശുവിൻ പാൽ ഉപയോഗിച്ച് പഞ്ചാമൃത ഉണ്ടാക്കുന്നു. പഞ്ചാമൃതയിൽ അടങ്ങിയിരിക്കുന്ന 5 പദാർത്ഥങ്ങൾ ആരോഗ്യത്തിന് ഏറെ ഗുണകരമാണെന്നുള്ള കാര്യം നിങ്ങൾക്കറിയാമോ? പാലിൽ ആരോഗ്യത്തിന് സഹായിക്കുന്ന കാൽസ്യവും വിറ്റമിൻ എയും അടങ്ങിയിരിക്കുന്നതിനാൽ തൈര് ദഹന വ്യവസ്ഥയെ സഹായിക്കുന്നു. നെയ്യ് തലച്ചോറിന്റെ ശക്തിക്കും തേൻ ആരോഗ്യത്തിനും നല്ലതാണെന്ന് അറിയപ്പെടുന്നു. അതുകൊണ്ട് ഈ പഞ്ചാമൃതം ആരോഗ്യത്തിന് വളരെ നല്ലതാണ്. രണ്ടാമത്തേത് വേപ്പിൻ നീര്. രുചിയിൽ കയ്പുണ്ടെങ്കിലും വേപ്പ് ആരോഗ്യത്തിന് നല്ലതാണ്. വേപ്പിൽ ആന്റി ഓക്സിഡന്റും ആന്റി ഇൻഫ്ലമേറ്ററി ഇഫക്റ്റുകളും ഉള്ളതിനാൽ ഇത് അൾസർ, ദഹനനാളത്തിന്റെ രോഗങ്ങൾ, മസ്തിഷ്ക പ്രശ്നങ്ങൾ, ത്വക്ക് രോഗങ്ങൾ, മുടി പ്രശ്നങ്ങൾ, കരൾ, വൃക്ക രോഗങ്ങൾ എന്നിവയ്ക്ക് വേപ്പിൻ ജ്യൂസ് ഉപയോഗിക്കുന്നു. വേപ്പിൻ ജ്യൂസ് കുടിക്കുന്നത് പഞ്ചസാരയുടെ അളവ് നിയന്ത്രണത്തിലാക്കുന്നു. ഈ ജ്യൂസ് ആന്റിവൈറലായും പ്രവർത്തിക്കുന്നു. വൈറൽ പനികൾക്കും ഈ ജ്യൂസ് ഗുണം ചെയ്യും. മൂന്നാമത്തേത് അംല ജ്യൂസ്. അംല എന്നാൽ നെല്ലിക്ക. നെല്ലിക്ക ജ്യൂസ് എന്നും ഇതറിയപ്പെടുന്നു. ആയുർവേദത്തിൽ നെല്ലിക്കയെ അമൃത എന്ന് വിളിക്കുന്നു. കാരണം നെല്ലിക്കയുടെ ജ്യൂസ് കുടിക്കുന്നത് നിങ്ങളെ വളരെ കാലം ചെറുപ്പമായി നിലനിർത്തുവാനും സഹായിക്കുന്നു. നെല്ലിക്ക ജ്യൂസ് കുടിക്കുന്നത് മുഖക്കുരുവിന്റെ പാടുകൾ മാറുവാൻ സഹായിക്കുന്നു. അമ്ല ആസിഡ് രക്തം ശുദ്ധീകരിക്കുവാൻ ഫലപ്രദമാണ്. നാലാമത്തേത് കറ്റാർവാഴ ജ്യൂസ്. കറ്റാർവാഴയിൽ വിറ്റമിൻ എ, വിറ്റമിൻ സി, വിറ്റമിൻ ഇ, വിറ്റമിൻ B6, വിറ്റമിൻ B12 എന്നിവ അടങ്ങിയിട്ടുണ്ട്. സോഡിയം, ഇരുമ്പ്, പൊട്ടാസ്യം, കോപ്പർ, മഗ്നീഷ്യം, സിങ്ക്, ക്രോമിയം, സെലനിയം, കാൽസ്യം തുടങ്ങിയ ധാതുക്കളുടെ സാന്നിധ്യം പല ആരോഗ്യ പ്രശ്നങ്ങളിൽ നിന്നും മോചനം നൽകുന്നു. അഞ്ചാമത്തേത് കരിമ്പിൻ ജ്യൂസ്. കരിമ്പിൻ ജ്യൂസിന് രുചിക്കൊപ്പം ഔഷധ ഗുണങ്ങളുമുണ്ട്. കരിമ്പിൻ ജ്യൂസിൽ ഇരുമ്പ്, മഗ്നീഷ്യം, കാൽസ്യം, മറ്റ് ഇലക്ട്രോലൈറ്റുകൾ എന്നിവയുടെ സാന്നിധ്യം അണുബാധ തടയുന്നതിനും പ്രതിരോധശേഷി വർദ്ധിപ്പിക്കുന്നതിനും സഹായിക്കുന്നു. ആറാമത്തേത് കൂൺ ജ്യൂസ്. കൂൺ ജ്യൂസിൽ കലോറി കുറവാണെങ്കിലും ധാതുക്കളും വിറ്റാമിനുകളും കൂടുതലാണ്. ഈ ജ്യൂസിൽ ആന്റി ഓക്സിഡന്റുകളുടെ സാന്നിധ്യമുള്ളതിനാൽ അവ ശരീരത്തിലെ ഫ്രീ റാഡിക്കലുകളെ നിർവീര്യമാക്കുവാനും ചിലതരം ക്യാൻസറുകളെ തടയുവാനും സഹായിക്കുന്നു. ഏഴാമത്തേത് മധുരമുള്ള ഈന്തപ്പഴത്തിന്റെ ജ്യൂസിനെ കുറിച്ചാണ്. ഈന്തപ്പഴത്തിനെ കുറിച്ച് അറിയാത്തവരായി ആരും തന്നെ ഉണ്ടാവില്ല. ഈന്തപ്പഴം മിതമായ അളവിൽ കഴിച്ചാൽ ആരോഗ്യത്തിന് വളരെ ഗുണം ചെയ്യും എന്നുള്ള കാര്യം എല്ലാവർക്കും അറിയാം. ഈന്തപ്പഴത്തിൽ ഇരുമ്പിന്റെയും കാൽസ്യത്തിന്റെയും സാന്നിധ്യമുള്ളതിനാൽ എല്ലുകളെ ബലപ്പെടുത്തുവാനും രക്തത്തിന്റെ അളവ് കൂട്ടുവാനും സഹായിക്കുന്നു. നാം കുടിക്കുന്ന പഴച്ചാറുകൾക്കൊപ്പം ഈ ജ്യൂസുകളും കഴിക്കുന്നത് നമ്മുടെ പല പ്രശ്നങ്ങളിൽ നിന്നും നമ്മുടെ ആരോഗ്യത്തെ സംരക്ഷിക്കും. അതുകൊണ്ട് തന്നെ ഇന്ന് നമ്മൾ ഇവിടെ ചർച്ച ചെയ്ത എല്ലാ ജ്യൂസുകളും നിങ്ങൾ ഓരോരുത്തരും കുടിച്ചു നോക്കണം. ആരോഗ്യം സംരക്ഷിച്ചാൽ മാത്രമേ നമുക്ക് അസുഖങ്ങളെ തടയുവാൻ സാധിക്കുകയുള്ളൂ. അതുകൊണ്ട് തന്നെ എല്ലാവരും ഈ കാര്യങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കണം.